ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധം പണ്ഡിതാഗ്രേസരനും ഭക്തോത്തമനുമായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച ഭാഗവത സംഗ്രഹമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 179 ദിവസം ശ്രീമന്നാരായണീയത്തിലെ 17ാമത്തെ ദശകം ധ്രുവചരിത്രം എന്ന ദശകത്തിലെ 11ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഈ ദശകത്തിൻ്റെ സമർപ്പണ ശ്ലോകമാണ് ഇത്. ആദ്യം ശ്ലോകം ചൊല്ലി പിന്നീട് അതിൻ്റെ അർത്ഥത്തെ അനുസ്മരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി മനനം ചെയ്തുകൊണ്ട് ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി പിന്നീട് നമുക്ക് ശ്രീഹരിയം നിഴൽ നാരായണീയം പാടി സമർപ്പിക്കാം. അന്തേ ഭവൽ പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. അന്തേ അയം ഭവൽ പുരുഷനീത വിമാനയാതഃ മാത്രാസമം ധ്രുവപദേ മുദിതഃ ആസ്തേ വാതാലയാധിപ ഏവം സ്വഭൃത്യജനപാലനലോലധീ
ത്വം മമ ആമയൗഘാൻ നിരുന്ധി. അന്തേ അയം, ഐഹിക ജീവിതത്തിൻ്റെ, ഇഹലോകത്തിലെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വന്നപ്പോൾ, തൻ്റെ ജീവിതയാത്ര അവസാനിക്കുന്ന സമയത്തിലേക്ക് എത്തിയപ്പോൾ ഈ ധ്രുവൻ ഭവത് പുരുഷനീത വിമാനയാത, ഗുരുവായൂരപ്പ അവിടുത്തെ പുരുഷന്മാര്, അവിടുത്തെ പാർശ്വതന്മാര് കൊണ്ടുവന്ന വിമാനത്തിൽ കയറിപ്പോയിട്ട് മാത്രാസമം ധ്രുവപദേ മുദിതഃ ആസ്തേ, സന്തോഷത്തോടുകൂടിയിരുന്നു, ഇന്നും ഇരിക്കണു. ആരോടുകൂടി? മാത്രാസമം ധ്രുവപദേ, അമ്മയോടുകൂടി ധ്രുവപദത്തിൽ സന്തുഷ്ടനായി ഇരിക്കണു. ഹേ വാതാലയാധിപ, വാതാലയാധീശ്വര, പൊന്നു ഗുരുവായൂരപ്പ, അവിടുന്ന് എങ്ങനെയാണ്? ഏവം, ഇങ്ങനെ സ്വഭൃത്യജനപാലനലോലധീത്വം, തൻ്റെ ഭക്തന്മാരെ പാലനം ചെയ്യുന്നതിന്, സംരക്ഷിക്കുന്നതിന് വലിയ താല്പര്യമുള്ള, ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള, അതിൽ വലിയ തൽപരനായിരിക്കുന്ന അവിടുന്ന് ഗുരുവായൂരപ്പ ത്വം മമ ആമയൗഘാൻ നിരുന്ധി, എൻ്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കണേ, നിരുന്ധി, തീർത്ത് ഇല്ലാതെയാക്കണേ എന്ന് പറയുന്നു. ധ്രുവപദേ, ധ്രുവം എന്ന് വെച്ചാൽ സ്ഥിരം, നിശ്ചയം ഒക്കെയാണ് അല്ലേ? അപ്പോ സ്ഥിരമായ പദം, സ്ഥാനം. ആസ്തേ, നക്ഷത്രരൂപേണ ഇന്നും വടക്കു ഭാഗത്ത് ധ്രുവൻ ഒരു നിയത സ്ഥാനത്ത്, വേണ്ട സ്ഥാനത്ത് ഇപ്പോഴും മിന്നിത്തിളങ്ങുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഭക്തിക്ക് അനുസൃതമായി ചെയ്യുന്ന ഏത് കർമ്മവും ഭഗവത് സേവനം ആണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെ ഭൃത്യജനങ്ങൾ എന്നും പറയുന്നു. അതുകൊണ്ടാണ് സ്വഭൃത്യജനപാലന ലോലധീസ്ത്വം എന്ന് പറഞ്ഞത്. സ്വഭക്തജനപാലന ലോലധീസ്ത്വം എന്നായാലും തെറ്റൊന്നുമില്ല അല്ലേ? നിരുന്ധ്യാ രോഗം മേ എന്ന് 13-ാമത്തെ ദശകത്തിൻ്റെ 10-ാമത്തെ ആ ശ്ലോകത്തിൽ, 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഇവിടെയും പറയുന്നു. നിരുന്ധ്യാ രോഗം മേ സകലമപി വാതാലയപതേ എന്നാണ് അവിടെ സമർപ്പിക്കണത്. അപ്പോൾ നിരുന്ധ്യ, നിരോധിക്കുക, നശിപ്പിക്കുക, നിഗ്രഹിക്കുക എന്ന അർത്ഥം. അപ്പോൾ ഇനി വരാൻ പോകുന്നതിനെ തടുക്കുക കൂടി ചെയ്യുക. അപ്പം അങ്ങനെയുള്ള മമ ആമയൗഘ നിരുന്ധി എന്ന് പറഞ്ഞാണ് പട്ടേരിപ്പാട് 11 ശ്ലോകങ്ങളുള്ള ഈ 17-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. നമുക്കും ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനം നിഴൽ നാരായണീയം, ശ്രീഹരിയം പാടി സമർപ്പിക്കാം. അന്തേ ഭവൽ പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജന പാലനലോലധീസ്ത്വം ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലം വിഷ്ണു പാർഷദന്മാർ കൊണ്ടുവന്ന വിമാനമേറി അമ്മയ്ക്കൊപ്പം ധ്രുവപദേ ഇന്നും ഇരുന്നരുളുന്നു. ഭക്തജന സംരക്ഷക എന്നെ രക്ഷിക്കൂ. നാരായണ 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 രാധാ ഗോവിന്ദ.
ശ്രീ ഗുരുവായൂരപ്പാ ശരണം.